ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് സാൻഡ്വിച്ച് മേക്കറിൻ്റെയൊന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഈ റംസാനിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി, വയറും മനസ്സും ഒരുപോലെ നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അടച്ച് വെക്കണം. ഇനി നമുക്കിതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എരിവിനായിട്ടൊരു 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെക്കണം. ഇപ്പോൾ സവാളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതുപോലെ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബീഫ് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സവാളയും ബീഫൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ സവാളയും ബീഫൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ബ്രെഡ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ബ്രെഡ് സ്ലൈസിലോട്ട് നമുക്ക് കുറച്ച് പിസ്സ സോസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡായിട്ടുള്ള പിസ്സ സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ബ്രെഡിലും ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഒന്നുകൂടി തയ്യാറാക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഓരോ ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് മസാല കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ സാൻഡ്വിച്ച് മുഴുവനായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് സാൻഡ്വിച്ച് മേക്കറിലല്ല, ഞാനൊരു ഫ്രൈയിങ് പാനിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ചൂടാവുമ്പോൾ ഫ്രൈ പാന് ചൂടായി വരുന്ന ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 തവണ തിരിച്ചു മറിച്ചിടുമ്പോൾ തന്നെ ഈ സാൻഡ്വിച്ച് നന്നായിട്ട് കുക്കായി വരും. കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് 2 വശവും ഒരുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിലോട്ട് ഓയിലൊന്നും ഒട്ടും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മുഴുവൻ സാൻഡ്വിച്ചും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ചൂടുണ്ട്, അതുപോലെ പുറം വശമൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്കിതിൽ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. കണ്ടല്ലോ, പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണയായിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോൾ അതിലോട്ട് സോസൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതുപോലെ സോസൊക്കെ ചേർത്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.